ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിത്ര ബാനർജി ദിവാകരുണി എഴുതിയ ഇന്ത്യൻ മൂവി ന്യൂ ജേഴ്സി എന്ന പോവമാണ്. ദിസ് പോവം ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ എക്സ്പീരിയൻസസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ ഇമിഗ്രൻറ്റ്സ് ഇൻ ന്യൂ ജേഴ്സി, അമേരിക്ക. അമേരിക്കയിലെ ന്യൂ ജേഴ്സി എന്ന പ്ലേസിൽ താമസിക്കുന്ന ഒരു വിഭാഗം സൗത്ത് ഏഷ്യൻ ഇമിഗ്രൻറ്റ്സ്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരുടെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ പോവത്തിൽ ചിത്ര ബാനർജി ദിവാകരുണി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു മൂവി ഹൗസിൽ ഒരു ഇന്ത്യൻ മൂവി കാണുന്ന ഒരു ആക്ടിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് വളരെ സട്ടിലായിട്ട് പോവറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. So these immigrants who are now settled in New Jersey, America, are actually uprooted from their cultural, social and geographical milieu and have now become totally alienated in a new surrounding and its culture which is more or less hostile. അവരവരുടെ ഹോംലാൻഡ് വിട്ട് പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ സ്ഥലത്തെ കൾച്ചർ, ട്രഡീഷൻ, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം അവരുടെ മേൽ ബോത്ത് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് USA പോലുള്ള ഒരു കൺട്രിയിലെ ഇമിഗ്രൻസിൻ്റെ ലൈഫ് വളരെ ലക്ഷൂറിയസ് ആണ്, സുഖകരമാണ്, സന്തോഷകരമാണ് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അങ്ങനെയല്ല എന്നുള്ള ഒരു ഡാർക്ക് സൈഡാണ് ഈ പോം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിത്തരുന്നത്. അവർ പുതിയ സ്ഥലത്ത് ടോട്ടലി ഏലിയനേറ്റഡ് ആണ്. ആൻഡ് ദർ ഇസ് ഓൾവേസ് എ ലോങ്ങിങ് ടു റിട്ടേൺ ടു ദെയർ ഹോംലാൻഡ്. സോ ദ പോം ഡീൽസ് വിത്ത് എ തീം what it feels like to be an Indian immigrant in America. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ ഇമിഗ്രൻറ്റിൻ്റെ മാനസികാവസ്ഥയാണ് ഈ പോവത്തിലൂടെ ചിത്ര ബാനർജി ദിവാകരുണി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. So the poem unfolds the thread of their diasporic experience through the act of a group of immigrants watching an Indian movie together in a movie house situated in New Jersey. പോവത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. ചിത്ര ബാനർജി ദിവാകരുണി, ഷീ ഈസ് എ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഇന്ത്യൻ ഡയസ്പോറിക് റൈറ്റർ ഹു റൈറ്റ്സ് മെയിൻലി ഓൺ തീംസ് ലൈക്ക് മൈഗ്രേഷൻ. ചിത്ര ബാനർജി ദിവാകരുണി, ഷീ വാസ് ബോൺ ഇൻ കാൽക്കട്ട and after completing graduation in Calcutta, she migrated to United States in order to pursue her post-graduation. ഇന്ത്യൻ റൈറ്റേഴ്സിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡയസ്പോറിക് റൈറ്ററാണ് ചിത്ര ബാനർജി ദിവാകരുണി. അവർ ജനിച്ചത് കൽക്കട്ടയിലാണെങ്കിലും പിന്നീട് ഗ്രാജുവേഷൻ വരെ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ USA പോയി അവിടെ സെറ്റിൽഡായി. അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്ക്സ് എല്ലാം തന്നെ അമേരിക്കയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹർ വർക്ക്സ് ആർ ലാർജ്ലി സെറ്റ് ഇൻ അമേരിക്ക ആൻഡ് the major focus of all her works is always on the expatriate experience of the South Asian immigrants. സൗത്ത് ഏഷ്യൻ ഇമിഗ്രൻസിൻ്റെ ആ ഒരു പ്രവാസ ജീവിതം, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഇവരുടെ മേജർ വർക്ക്സിലും തീമായിട്ട് വരുന്നത്. അങ്ങനെ USA പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കരസ്ഥമാക്കി. അതിനുശേഷം അവർ PhD ഡിഗ്രിയും കരസ്ഥമാക്കി. ദാറ്റ് ഈസ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. ആൻഡ് അറ്റ് പ്രസൻറ്റ് ഷീ ഈസ് എ പ്രൊഫസർ ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് അറ്റ് ഫോർട്ട് ഹിൽ കോളേജ്, കാലിഫോർണിയ. ഇപ്പോൾ ഫോർട്ട് ഹിൽ കോളേജ് കാലിഫോർണിയയിലെ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ പ്രൊഫസറാണ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ബീയിങ് എ റൈറ്റർ, ഷീ ഈസ് ഓൾസോ എ നോട്ടബിൾ സോഷ്യൽ ആക്ടിവിസ്റ്റ്, എ co-founder ഓഫ് എ ഹെൽപ്പ് ലൈൻ നെയ്മഡ് മൈത്രി, വിച്ച് ഇസ് സെറ്റപ്പ് ഫോർ ഡീലിംഗ് വിത്ത് ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ സൗത്ത് മൈഗ്രൻറ്റ് വിമൻ. ഒരു റൈറ്റർ എന്നുള്ളതിലുപരിയായിട്ട് അവരൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. പിന്നെ എന്നുള്ളൊരു സംഘടനയുടെ co-founder. അതുപോലെ തന്നെ US ഒരു പ്രവാസ സംഘടനയായ ദയ ഫൗണ്ടേഷൻ, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, അതിൻ്റെയും ബോർഡ് മെമ്പറാണ്. ആൻഡ് ഹർ വർക്ക്സ് ഗോട്ട് പബ്ലിഷ്ഡ് ഇൻ മോർ ദാൻ 50 മാഗസിൻസ് ഇൻക്ലൂഡിംഗ് ദ നോർത്ത് അറ്റ്ലാന്റിക് മന്ത്ലി, ദ ന്യൂയോർക്കർ, എക്സെട്ര. ഇനി ഇവരുടെ മേജർ വർക്ക്സ് നമുക്കൊന്ന് നോക്കാം. ഹർ ഫസ്റ്റ് കളക്ഷൻ, ഇറ്റ് വാസ് കോൾഡ് ദി അറേഞ്ച്ഡ് മാരേജ്. ദി അതർ prominent works produced by her include The Mistress of Spices, Sister of My Heart, Palace of Illusions, and poetry collections like Dark Like the River, Black Candle, Leaving Yuba City, etc. ഇനി നമുക്ക് ചിത്ര ബാനർജി ദിവാകരുണിക്ക് ലഭിച്ച അവാർഡ്സും ഓണേഴ്സും ഒന്ന് നോക്കാം. ദിവാകരുണി ഹാസ് ബാഗ്ഡ് ന്യൂമറസ് അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ ബിഫോർ കൊളംബസ് ഫൗണ്ടേഷൻ അമേരിക്കൻ ബുക്ക് അവാർഡ്, പെൻ ഓക്ലൻഡ് ജോസഫൈൻ മൈൽസ് പ്രൈസ് ഫോർ ഫിക്ഷൻ ആൻഡ് എലൻ ഗിൻസ്ബർഗ് പോയട്രി പ്രൈസ്. ഇനി നമുക്ക് പോവത്തിനെ പറ്റി നോക്കാം. ദിസ് പോം വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1990 and it brings out a sense of togetherness in a foreign country. ഒരു വിഭാഗം ഇന്ത്യൻ ഇമിഗ്രൻസ്, അവരുടെ ആ ഒരു സെൻസ് ഓഫ് ടുഗെദർനെസ്, അതാണ് ഈ പോവത്തിലുടനീളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവർ ഹോസ്റ്റ് കൺട്രിയിൽ ഫേസ് ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങൾ,
അതും വളരെ സട്ടിലായിട്ട് തന്നെ പോവറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിംഗ് അല്ലെങ്കിൽ ബാക്ക്ഡ്രോപ്പ് ചിത്ര ബാനർജി ദിവാകരുണിയുടെ ഏതൊരു വർക്കിനെ പോലെ തന്നെ ഇവിടെയും USA ആണ്. ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ഇൻ എ മൂവി ഹാൾ ഇൻ ന്യൂ ജേഴ്സി where a group of immigrants are watching an Indian movie which brings out the typical Indian sensibility which is different from that of a foreign one. അവരുടെ ആ ഒരു ടുഗെദർനെസ് അല്ലെങ്കിൽ ഇന്ത്യൻ സെൻസിബിലിറ്റി, ടേസ്റ്റ്, അതൊക്കെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ന്യൂ ജേഴ്സി എന്നുള്ള പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻസ്, കൂടുതലും ഇന്ത്യൻ ഇമിഗ്രൻസ് തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. ആൻഡ് വാട്ട് ഈസ് കോമൺ എമംഗ് ദം ഇസ് ദ കൾച്ചർ ആൻഡ് സെൻസിബിലിറ്റി ദാറ്റ് ദേ ഷെയർ. ആ ഒരു ഫോറിൻ ക്ലൈമറ്റിലും പുറം രാജ്യത്ത് ചെന്നിട്ടും അവരുടെ ആ ഒരു ബ്രദർഹുഡ്, ടുഗെദർനെസ്, അതുമൊക്കെ ഇതിൽ മേജർ തീംസ് ആയിട്ട് വരുന്നു. ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദിസ് പോം? നമുക്കറിയാം ആരാണ് സ്പീക്കർ എന്നുള്ളത്. ഹിയർ ദ സ്പീക്കർ ഓഫ് ദ പോം ഇസ് ആൻ ഇന്ത്യൻ ഇമിഗ്രൻറ്റ് ഹൂ ഈസ് സെറ്റിൽഡ് ഇൻ ന്യൂ ജേഴ്സി, USA. ന്യൂ ജേഴ്സിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇമിഗ്രൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ പോം എഴുതിയിട്ടുള്ളത്. സ്പീക്കറും സെയിം ആണ്. ഇനി നമുക്ക് പോത്തിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നോക്കാം. Look at the first stanza. Not like the white film stars all rib and gone cheekbone, the Indian sex goddess smiles plumply from behind a flowery branch. The very first stanza opens with the image of an Indian sex goddess. ഇവിടെ അവർ മൂവി വാച്ച് ചെയ്യുകയാണെന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു. ആ മൂവിയിലെ ഹീറോയിനെയാണ് ഇവിടെ സെക്സ് ഗോഡസ് എന്ന് പോവറ്റ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് സെക്സ് ഗോഡസ് എന്നുള്ള ടേം യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സെൻസിബിലിറ്റി ഡിഫറെൻ്റ് ആണ്, വെസ്റ്റേൺ സെൻസിബിലിറ്റിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്ത്യൻ ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്ലിം ആയിട്ട് അല്ലെങ്കിൽ കവിളൊട്ടിയ ഒരു ഫിഗർ ആയിരിക്കില്ല ഒരിക്കലും. ഇന്ത്യൻ ഫിലിം സ്റ്റാർ ഇസ് ഓൾവേസ് പ്ലംപ്. പ്ലംപ് എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ച് സ്ലിം അല്ലാത്ത ശരീരപ്രകൃതിയുള്ളവരാണ് പ്ലംപ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സെൻസിബിലിറ്റി ആണ് അത് ഇൻഡിക്കേറ്റഡ് ആവുന്നത്. തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ഫിലിം സ്റ്റാറിനെ വെസ്റ്റേൺ ഫിലിം സ്റ്റാർസുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കോൺട്രാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോട്ട് ലൈക്ക് ദ വൈറ്റ് ഫിലിം സ്റ്റാർസ് എന്ന് പറയുന്നുണ്ട്. വൈറ്റ് ഫിലിം സ്റ്റാർസിനെ പോലെയല്ല ഇന്ത്യൻ ഫിലിം സ്റ്റാർസ്. വൈറ്റ് ഫിലിം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ തീരെ മെലിഞ്ഞിട്ട് കവിളൊട്ടിയ ഒരു ഫിഗർ ആയിരിക്കും. പക്ഷേ ഇന്ത്യൻ ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഇന്ത്യൻ സെക്സ് ഗോഡസ് അങ്ങനെയല്ല. ഷീ സ്മൈൽസ് പ്ലംപ്ലി ഫ്രം ബിഹൈൻഡ് എ ഫ്ലവറി ബ്രാഞ്ച്. And when she makes her appearance, smiling plumply from behind the flowery branch, exposing her white, solid, tree trunk-like thighs and hips, the male viewers begin to whistle in exhilaration inside the theatre. അങ്ങനെ ഇന്ത്യൻ സെക്സ് ഗോഡസ് ആദ്യമായിട്ട് സ്ക്രീനിൽ അപ്പിയർ ചെയ്യുമ്പോൾ മെയിൽ ഓഡിയൻസ് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വിസിൽ ചെയ്യുന്നു. അവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ട്രഡീഷണൽ. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു റെഡ് സ്കേർട്ടാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഹീറോയിൻസിനെ ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പോതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ദിസ് റിപ്രസെൻറ്റേഷൻ ആക്ച്വലി പോയിൻറ്റ്സ് ടു ദ ടിപ്പിക്കൽ ഇന്ത്യൻ സെൻസിബിലിറ്റി. ഇന്ത്യൻ ടേസ്റ്റ്, ഇന്ത്യൻ ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്രസെൻറ്റേഷൻ പോവറ്റ് നൽകിയിരിക്കുന്നത്. നൗ ആസ് ദ മൂവി പ്രോഗ്രസസ് ദ ലവർ ഹീറോ അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ആദ്യം അപ്പിയർ ചെയ്തത് ഹീറോയിനാണ്. നെക്സ്റ്റ് ലവർ ഹീറോ മേക്സ് ഹിസ് അപ്പിയറൻസ് ആൻഡ് ഹി ഡാൻസസ് ടു എ സോങ്. ഒരു സോങ് സീക്വൻസ് ആണ്, അതിലയാൾ ഹീറോയിനോടൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഹിസ് ലിപ് സിങ്ക് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ്. ലിപ് സിങ്ക് അത്ര ശരിയായിട്ടില്ല, സിങ്ക്രണൈസേഷൻ ശരിയായിട്ടില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് കോമ്പൻസേറ്റഡ് ഫോർ ദി ഓഡിയൻസ് ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് എ പോപ്പുലർ സോങ് ആൻഡ് ദേ സിംഗ് അലോങ്. ഓഡിയൻസിന് ഓൾറെഡി ഈ സോങ് അറിയാം. അത് നമ്മളുടെ ഇന്ത്യൻ പ്രാക്ടീസാണ്. മൂവി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ സോങ്സ് പോപ്പുലർ ആവും. സോങ്സ് നമ്മൾ ലിറിക്സ് ഉൾപ്പെടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മൂവി ഹാളിൽ സോങ് സ്ക്രീനിൽ അപ്പിയർ ചെയ്യുമ്പോൾ ഓഡിയൻസ് കൂടെ പാടുകയാണ്. അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവി സോങ് ആയിരിക്കണം. സോ ദിസ് ഇസ് ഓൾസോ യെറ്റ് അനദർ പോയിന്റർ ടു ഇന്ത്യൻ സെൻസിബിലിറ്റി. ഇന്ത്യൻ സെൻസിബിലിറ്റി തന്നെയാണ് അവിടെ പോയിന്റഡ് ആവുന്നത്. ആൻഡ് സഡൻലി വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ പോം ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം ദ മൂവി ടു ദ ഇന്നർ സെൽഫ് ഓഫ് ദ പോവറ്റ്. ലുക്ക് അറ്റ് ദ ലൈൻ. ഇറ്റ് ഇസ് സേഫ് ഹിയർ ദ ഡേ golden and cool so no one sweats, roses on every bush and the dull lake clean again. പെട്ടെന്ന് തന്നെ പോവറ്റിൻ്റെ ഇന്നർ തോട്ട്സ് അവിടെ ഡിസ്പ്ലേഡ് ആവുകയാണ്. അതിനെ ആ ഒരു രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. പെർഹാപ്സ് ഈ ഒരു ലൈനിലെ വളരെ ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇറ്റ് ഇസ് സേഫ് ഹിയർ. It can either be interpreted as the personal experience where the speaker feels that she is far away from her worries and she feels safe in the movie house when surrounded by her own people. ഒരു പക്ഷേ പോവറ്റിന് അല്ലെങ്കിൽ സ്പീക്കറിന് ഫീൽ ചെയ്യാണ് അവരെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഫോർ ദ ടൈം ബീയിങ് അവർ ഫ്രീ ആണ്.
കാരണം ഇപ്പോൾ അവർ ആ മൂവി ഹൗസിലാണ് അവരുടെ വറീസിനോടെല്ലാം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവരുടെ സ്വന്തം നാട്ടുകാരുടെ കൂടെയാണ് അവരവിടെ ഇരുന്ന് ആ മൂവി എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് ഹാപ്പിയാണ്, സേഫാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുകയാണ്. അതിൽ നിന്നും മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാകുന്നു, അവരുടെ അവിടുത്തെ അവസ്ഥ സെക്യൂർ അല്ല, സേഫ് അല്ല, അവിടുത്തെ ലിവിങ് കണ്ടീഷൻസുമായിട്ട് അവർ അഡാപ്റ്റഡ് ആയിട്ടില്ല എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. സെക്കൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ മൂവിയിൽ തന്നെ ഒരു സോങ് വന്നു, ഒരു സോങ് സീക്വൻസ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ആ സോങ് സീക്വൻസിൽ കശ്മീരാണ് അവിടെ സെറ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. കശ്മീരിൻ്റെ വളരെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ് ആ സോങ്ങിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ ദ സെക്കൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ക്യാൻ ബി ലൈക്ക് the setting of the song in the movie might have switched to Kashmir, which presents an idealized representation of Kashmir, which is the opposite in reality. പക്ഷേ കശ്മീർ റിയാലിറ്റിയിൽ എന്താണെന്ന് നമുക്കറിയാം. കശ്മീർ ഒരു വയലൻസ് റിഡൻ ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്, കോൺഫ്ലിക്ട്സിൻ്റെയൊക്കെ ഒരു ലാൻഡാണ്. പക്ഷേ മൂവിയിൽ അങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. But in the movie song, Kashmir and its beautiful Dal Lake, which is called as the jewel of Srinagar, is presented as ideal. ഡാൽ ലേക്കിനെയൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സെറീൻ ആയിട്ടുള്ള ഒന്നായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് വൺ ക്യാൻ സ്പോട്ട് റോസസ് ഓൺ എവറി ബുഷ് ആസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ സ്പ്രിംഗ് സീസൺ. അതുപോലെ തന്നെ ചുറ്റും നേച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്പ്രിംഗ് സീസൺ പോലെ എല്ലായിടത്തും പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്, വസന്തകാലത്തിലെ പോലെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. റിയാലിറ്റിയിൽ കശ്മീർ അങ്ങനെ ആയിരിക്കാം, പക്ഷേ അവിടുത്തെ ബ്യൂട്ടി അത് എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസും ടൈമും അവിടെ ഇല്ല. അതാണ് അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ്. സോ ദ പോവറ്റ് ഫീൽസ് ദാറ്റ് ദ കശ്മീർ പ്രസൻറ്റഡ് ഇൻ ദ മൂവി ഇസ് സോ സേഫ് ടു ഡ്വെൽ ഇൻ. അതുകൊണ്ട് പോവറ്റിന് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയതായിരിക്കാം മൂവിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ സോങ്ങിൽ അപ്പിയർ ചെയ്യുന്ന കശ്മീർ എത്ര സേഫാണ് താമസിക്കാനായിട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. നൗ മൂവിങ് ടു ദ സ്റ്റാൻസ 2, the sex goddess switches to thickened English to emphasize a joke. We laugh and clap. Here we need not be embarrassed by mispronounced phrases dropping like hot lead into foreign ears. The song sequence കഴിഞ്ഞു. The song is over. And now the sex goddess begins to speak. Heroine സംസാരിക്കാൻ തുടങ്ങി. She switches to thickened English to cut a joke. അങ്ങനെ ഹീറോയിൻ സംസാരിക്കാൻ തുടങ്ങി, ഡയലോഗ്സ് പറയാനായിട്ട് തുടങ്ങി. പക്ഷേ അവരൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പീച്ചാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. തിക്കൻഡ് ഇംഗ്ലീഷ് സ്പീച്ചാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ടിപ്പിക്കൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫോറിനേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അത് സ്ട്രെസ്ഡാണ്. ഇവിടെ ഈ ഹീറോയിൻ്റെ വേർഡ്സ് ആണെങ്കിൽ പലതും മിസ്പ്രൊനൗൺസ്ഡുമാണ്. ആക്സെൻറ്റും പ്രൊനൗൺസിയേഷനും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതൊരു പക്ഷേ ഫോറിനേഴ്സ് അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് അവർ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുന്ന മറ്റ് ഇന്ത്യൻസിന് അതൊരു നാണക്കേടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എംബാരസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ഫോറിനേഴ്സ് ആരുമില്ല, ഇവിടെ ഇന്ത്യൻ ഓഡിയൻസ് മാത്രമാണ്. അങ്ങനെ ഹീറോയിൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടപ്പോഴത്തേക്കും ഓഡിയൻസിന് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. ദി ഓഡിയൻസ് ലാഫ്സ് ആൻഡ് അപ്ലോഡ്സ് ഇൻ ഷിയർ അപ്രീസിയേഷൻ. ആൻഡ് ദ സ്പീക്കർ സേസ് ദാറ്റ് ദർ ഇസ് നോ നീഡ് ടു ഗെറ്റ് എംബാരസ്ഡ് by the mispronounced phrases dropping like hot lead into foreign ears because there are no foreigners present. The audience is Indian. The flickering movie light wipes from our faces years of America. Here once again there is a shift from the movie to the inner thoughts of the speaker. We can call it a kind of stream of consciousness where the speaker presents all her thoughts as it comes. ഒരു kind of stream of consciousness എന്ന് പറയാം. ഇവിടെ പോയിട്ട് പറയുന്നത് ഈ ഒരു മൂവി ഹാളിലിരിക്കുമ്പോൾ ഇത്രയും നാൾ അമേരിക്കയിൽ അവർ ഫേസ് ചെയ്ത പല പ്രശ്നങ്ങളും ഇല്ലാണ്ടായ പോലെ തോന്നുകയാണ്. അത്രയും ഒരു സൊലേസാണ് ഈ മൂവി ഹൗസ്. ആക്ച്വലി ആ മൂവിയല്ല, ആ മൂവി എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കാണുന്ന ആ ഒരു ടുഗെദർനെസ്, ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് അത്രയും പ്രൊട്ടക്ഷൻ നൽകുന്നത്, അല്ലെങ്കിൽ അത്രയും ഒരു ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് ആ മൂവി ഹൗസ് ഇപ്പോൾ അവർക്കൊരു സ്ഥിരമായിട്ടുള്ള ആശ്വാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ചേഞ്ചസ് both cultural and social that have occurred against their wish. അവരവിടെ ചെന്ന് കഴിഞ്ഞ് അവരുടെ കൾച്ചറിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും അതിൽ നിന്നൊക്കെ ഒരു മൊമെൻ്ററി ആയിട്ടുള്ളൊരു റിലീഫാണ് ഈ മൂവി കാണാൻ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കൾച്ചേഴ്സിൻ്റെയും മിക്സിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യങ്ങളെ ഉപരിയായിട്ട് കുറച്ച് മോശം കാര്യങ്ങളും കൂടെ അതോടൊപ്പം ഉണ്ട്. And it is clearly seen in the hairstyles of their sons, especially their mohawks and their refusal to take up responsibility of family. ഇവരുടെ മക്കളുടെ ഹെയർ സ്റ്റൈൽസിലും അവരുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ ഈ ഒരു കൾച്ചറൽ എൻക്രോച്ച്മെൻറ്റിൻ്റെ ഇമ്പാക്ട്സ് ക്ലിയർലി എവിഡൻ്റ് ആണ്.
പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ ഹെയർ സ്റ്റൈൽ അവർ ആ ഒരു അമേരിക്കൻ കൾച്ചർ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള മിമിക് ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ പെൺമക്കളാണെങ്കിലും അവർക്ക് നിരവധി അഫയേഴ്സൊക്കെ ഉണ്ട്. അതൊരു വെസ്റ്റേൺ കൾച്ചറായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇവിടെ പോവറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ ലൈഫ് ഓഫ് ഇമിഗ്രൻസ് ഇൻ അമേരിക്ക ഈസ് നോട്ട് ആസ് സ്മൂത്ത് ആസ് വി ബിലീവ് ഇറ്റ് ടു ബി. ദർ ആർ grave issues. Now we can move on to the third stanza. When at the end the hero dies for his friend who also loves the sex goddess and now can marry her, we weep understanding. അങ്ങനെ മൂവിയിലെ സോങ്ങും എല്ലാം കഴിഞ്ഞു, ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. Now it is the climax. And at the end the hero dies for his close friend who also loves the sex goddess. A typical Indian movie with an easily predictable climax. അപ്പോൾ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും ഹീറോ അവിടെ മരിക്കുന്നത് ഫ്രണ്ടിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതാണ്. ഇയാളുടെ ക്ലോസ് ഫ്രണ്ടും ഈ ഹീറോയിനെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ക്ലോസ് ഫ്രണ്ടിന് ഹീറോയിനെ മാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹീറോ സ്വന്തം ലൈഫും ലവും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ഈവൻ മെയിൽ ഓഡിയൻസ് വളരെ സങ്കടം തോന്നി. അവർ ത്രോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് അവർ പറയുന്നത്, വാട്ട് എ കുർബാനി, വാട്ട് ദോസ്തി, എന്തൊരു സാക്രിഫൈസ് ആണ് അയാൾ ചെയ്തത് എന്നുള്ളൊരു കമൻറ്റ് അവിടെ അവർ നടത്തുന്നു. ആൻഡ് ഹിയർ വൺസ് അഗെയിൻ വി ക്യാൻ സീ എ ഡിസ്പ്ലേ ഓഫ് ഇന്ത്യൻ വാല്യൂസ് ആൻഡ് തോട്ട്സ് വിച്ച് ഇസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇന്ത്യൻ സെൻസിബിലിറ്റി. അപ്പോൾ ഇങ്ങനെ സുഹൃത്തിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നതൊക്കെ സാക്രിഫൈസിൻ്റെ ഒരു വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. അത് ഇന്ത്യൻ സെൻസിബിലിറ്റിയുടെ മറ്റൊരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ദ മൂവി ഈസ് ഓവർ. മൂവി കഴിഞ്ഞു. പക്ഷെ മൂവി കഴിഞ്ഞിട്ടും ഇവർക്ക് ആർക്കും തിരിച്ച് വീട്ടിൽ പോകാനുള്ള മനസ്സില്ല. ദ മിൽ അറൗണ്ട് ഷോയിങ് റിലക്റ്റൻസ് ടു ഗോ ഹോം. എന്തുകൊണ്ടാണ് അവർ തിരിച്ച് വീട്ടിൽ പോകാതെ അവിടെ തന്നെ ചുറ്റിത്തിരിയുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇതുപോലെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണ് അവരുടെ രാജ്യത്തുള്ള മറ്റുള്ളവരെ മീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ മൂവി ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പബ്ലിക് സ്ഫിയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. where they are free to discuss their concerns, tastes, interests, and even a place where they can even boast about their new achievements. പുതിയ ലൈഫിലുണ്ടായിട്ടുള്ള പുതിയ നേട്ടങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ അവിടെ പൊങ്ങച്ചം പറയാറുണ്ട്. അതൊക്കെ അവർ ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ ഒരു അവസരം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ ഇതിനേക്കാൾ സിവിയർ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതവിടെ അവർ ചർച്ച ചെയ്യാറേയില്ല. അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. സോ നോർമലി ദേ ഡോണ്ട് സ്പീക്ക് ഓഫ് ഗ്രേവ് ഇഷ്യൂസ്. Instead, they talk casually about some good news, the purchase of a new gold chain or a trip to India. പുതിയതായിട്ടൊരു സ്വർണ്ണമാല വാങ്ങിയ കഥയോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെയാണ് അവരവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടുണ്ട്. ഗ്രേവ് ആയിട്ടുള്ള ഇഷ്യൂസ്, സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് സംസാരിക്കുകയില്ല എന്നുള്ള ഒരു കാര്യത്തിൽ. ഇനി എന്തെല്ലാമാണ് USA-യിലെ ഇന്ത്യൻ ഇമിഗ്രൻസ് ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ്? അവർ പലപ്പോഴും ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മോർട്ടൽ റെയ്ഡ്സ് ആണ്, വെയർ ഫോറിൻ സെറ്റിലേഴ്സ് ആർ സോൺലി ടാർഗറ്റഡ്. അതുപോലെ തന്നെ പലപ്പോഴും അവരുടെ യാത്രകൾ യാതൊരുവിധ കാരണവുമില്ലാതെ ക്യാൻസൽ ചെയ്യപ്പെടാറുണ്ട്. സോ ക്യാൻസലേഷൻ ഓഫ് ട്രാവൽ പെർമിറ്റ്സ് മറ്റൊരു ഇഷ്യൂ ആണ്. ഇതൊക്കെ കൂടാതെ കുറേ സാമൂഹ്യ വിരുദ്ധന്മാരുടെ അടുത്തുനിന്ന് ഇവർക്ക് അറ്റാക്സും അസോൾട്ട്സും ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. പലപ്പോഴും ഇവർ താമസിക്കുന്ന ഏരിയാസിലേക്ക് കല്ലെറിയുന്ന ഒരു പ്രവണത അവിടെ ഉള്ളവർക്കുണ്ട്. പിന്നെ മറ്റൊരു വലിയൊരു ഡേഞ്ചറാണ് ഡോട്ട് ബസ്റ്റേഴ്സ്. ഡോട്ട് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡോഫോബിക് ആൾക്കാരാണ്. അവർ ഒരു റേസിസ്റ്റ് ഗ്യാങ് ആണ്. സൗത്ത് ഇന്ത്യൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു വിഭാഗമാണ്. ആൻഡ് ദീസ് സൗത്ത് ഇന്ത്യൻസ് ദേ ആർ റേപ്ഡ് ബൈ ദീസ് ഗ്രൂപ്പ്സ്, ദീസ് ഡോട്ട് ബസ്റ്റേഴ്സ്. അതിനെതിരായിട്ട് പല പ്രൊട്ടസ്റ്റുകളൊക്കെ അവിടെയുള്ള ഇമിഗ്രൻ്റ് പോപ്പുലേഷൻ റേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഗ്രേവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവർക്ക് അവിടെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അവർ ആ ഒരു മൂവി ഹാളിൽ വെച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ ഇൻ ഷോർട്ട്, ഏഷ്യൻ സെറ്റിലേഴ്സ് ആർ മെറ്റ് വിത്ത് എ കൈൻഡ് ഓഫ് റേസിസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ട് അമേരിക്കയിലെ ലൈഫിൻ്റെ ഒരു ഡാർക്ക് സൈഡാണ് ഇവിടെ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. എന്നാൽ ഐറണി എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്രയും ഗ്രേവ് ഇഷ്യൂസ് ഉണ്ടായിട്ടും അതൊന്നും അവരവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി സ്റ്റാൻസ 4ലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി ബീങ് മെൻഷൻ ദാറ്റ് ദേ ഓൺലി സ്പീക്ക് അബൌട്ട് പ്ലസന്റ് തിങ്സ് ലൈക്ക് making match for their daughters, signing a business contract, or planning a yellow 2-storied retirement home in India with wrought iron gates, even owning an ambassador car. അവർ പിന്നെ എന്താണ് ചർച്ച ചെയ്യുന്നത് ഈ ഒരു സമയത്ത് എന്ന് ചോദിച്ചാൽ അവർ കൂടുതലും പൊങ്ങച്ചം പറയാണ്. അല്ലെങ്കിൽ ഈ അവസരം അവർ അലയൻസസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാച്ച് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവരുടെ ഡോട്ടേഴ്സിന് നല്ല ഒരു മാരേജ് അലയൻസ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു അവസരം യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പല ബിസിനസ് ഡീൽസ് അവിടെ നടക്കും ഈ ഒരു ടൈമിൽ.
അല്ലെങ്കിൽ പിന്നെ അവർ പൊങ്ങച്ചം പറയുന്നത് റിട്ടയർമെൻറ്റ് ടൈമിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് അവിടെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹോം പണിയണം, ബാക്കിയുള്ള കാലം അവിടെ സുഖമായി ജീവിക്കണം എന്നുള്ള ഡ്രീമൊക്കെ അവരവിടെ ഷെയർ ചെയ്യാറുണ്ട്. 2-storied yellow house and ambassador cars are always indicators of luxury. A wrought iron gate, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ സേഫ്റ്റി കൺസേൺസ് ആണ്. അവിടെ അവർ സേഫ് അല്ലല്ലോ USA-ൽ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു സേഫ്റ്റി കൺസേൺ അല്ലെങ്കിൽ ഈ ഒരു ട്രോമ അവരെ ഹോണ്ട് ചെയ്യും. അതുകൊണ്ടാണ് അവർ ആ റോട്ട് അയൺ ഗേറ്റ്സിനെ വേണമെന്ന് വാശി പിടിക്കുന്നത്. The wrought iron gate is yet another indicator of their safety concerns owing to the insecure living conditions they had in America. ഇനി മറ്റു ചിലപ്പോൾ ഈ ഒരു അവസരം അവർ യൂസ് ചെയ്യുന്നത് അമേരിക്കയിൽ തന്നെ കുറച്ചും കൂടെ റിച്ച് ആയിട്ടുള്ള സബോബ്സിലേക്ക് മാറി താമസിക്കുന്നത്, റീലൊക്കേറ്റഡ് ആവുന്നതിനെ പറ്റി അവർ സംസാരിക്കാറുണ്ട്. സമർഫീൽഡ്, ഫോർട്ട് ലീ പോലുള്ള സബോബ്സിലേക്ക് മാറി താമസിച്ചാൽ അവിടെ കൂടുതലും ഇവരോട് സംസാരിക്കുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള നെയ്ബേഴ്സ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. ആ ഒരു കാര്യത്തെപ്പറ്റിയും ഇവർ പലപ്പോഴും ഈ ഒരു അവസരത്തിൽ സംസാരിക്കാറുണ്ട്. സോ ദിസ് ഇസ് ഓൾ വാട്ട് ദേ ടോക്ക് അബൌട്ട് discarding the real issues they face in their host country. And we can see that they are lulled into a kind of passive acceptance. ഈ കാര്യങ്ങൾക്കെതിരെ ഒന്നും പ്രതികരിക്കാതെ അവരെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. So the movie hall has become an escapade for them from all the harsh realities. And in the last lines, the speaker says that, here while the film songs still echo in the corridors and restrooms, we can trust in movie truths, sacrifice, success, love and luck, the America that was supposed to be. Last lines speaker പറയുന്നത് സക്സസ്, ലവ്, ലക്ക്, സാക്രിഫൈസ് പോലുള്ള വാല്യൂസ് ഇന്ന് മൂവീസിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. റിയാലിറ്റിയിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇന്നതില്ല. So the speaker feels that these values have been reduced to mere movie truths and cannot be realized in real life. റിയൽ ആയിട്ടുള്ള ലൈഫിൽ ഈ വാല്യൂസ് ഒന്നുമില്ല, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇന്നിത് മൂവീസിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മറ്റൊരു കാര്യം കൂടെ അവിടെ പറയുന്നു. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇവർ അമേരിക്കയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഉട്ടോപ്പിയായിരുന്നു, സ്വർഗമാണെന്ന് അവർ വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ, ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഉട്ടോപ്പിയൻ ഇമേജ് അവിടെ ഷാറ്റേർഡ് ആയി പോയത്. ആ ഒരു നിരാശ കൂടിയാണ് ഇവിടെ ലാസ്റ്റ് ലൈൻസിൽ റിഫ്ലക്റ്റഡ് ആവുന്നത്. സോ പീപ്പിൾ മൈഗ്രേറ്റ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ലൈക്ക് ദ USA വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ബട്ട് ദേ ആർ ഡിസപ്പോയിൻറ്റഡ് വൺസ് ദേ റിയലൈസ് ദാറ്റ് ദീസ് പ്ലേസസ് ആർ വോയിഡ് ഓഫ് എനി വാല്യൂ. ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ പ്രദേശങ്ങളിലുള്ളവരൊന്നും ഒട്ടും തന്നെ ഇവരെ ആക്സെപ്റ്റ് ചെയ്യില്ല, അതുപോലെ അവിടെ ഇതുപോലുള്ള വാല്യൂസിനൊന്നും പ്രസക്തിയില്ല എന്നുള്ളത്. അതുപോലെ ഈ പോയത്തിലുടനീളം പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് കളക്റ്റീവ് പ്രൊനൗൺസ് ആണ്. വി, ആർ, അസ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ടുഗെദർനെസ് ആണ്. ഓക്കെ, കളക്റ്റീവ് ഐഡൻറ്റിറ്റിയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ വേർഡ്സ് പലതും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കുർബാനി, ദോസ്തി, പക്കോറാസ്, ഇതൊക്കെ ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിലുള്ള ഹൈബ്രിഡിറ്റിയാണ്. അതായത് ആ വേർഡ്സ് ഒന്നും, ഇന്ത്യൻ വേർഡ്സ് ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അത് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നു. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിലുള്ള ഹൈബ്രിഡിറ്റിയാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് പോയം, ഇന്ത്യൻ മൂവി ന്യൂ ജേഴ്സി. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.